നൈജീരിയ ഒരു മുസ്ലിം ഭൂരിപക്ഷമുള്ള രാജ്യമാണെങ്കിലും ഒരു മുസ്ലിം രാജ്യം എന്ന് പറയാൻ പറ്റുകയില്ല. അതിന് കാരണം നൈജീരിയയുടെ നഗരപ്രദേശങ്ങളൊക്കെ രാജ്യത്തിൻ്റെ തെക്ക് ഭാഗത്താണ്. ആ ഭാഗത്ത് ക്രിസ്ത്യാനികൾക്കാണ് ഭൂരിപക്ഷം. ക്രിസ്ത്യാനികളാണ് രാജ്യത്തിൻ്റെ ഭരണത്തിൽ കാര്യമായ നിയന്ത്രണം കൈയാളുന്നത്. 53% മുസ്ലിങ്ങൾ നൈജീരിയയിലുണ്ടെങ്കിലും അവർ ഭൂരിഭാഗവും താമസിക്കുന്നത് രാജ്യത്തിൻ്റെ വടക്ക് ഭാഗത്താണ്. തെക്ക് ഭാഗത്ത് മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ എണ്ണം വളരെ കുറവാണ്. വടക്ക് ഭാഗത്തുള്ള പല നൈജീരിയൻ സംസ്ഥാനങ്ങളിലും ശരിയാ നിയമം നടപ്പാക്കിയിട്ടുണ്ട്. തെക്ക് ഭാഗത്ത് മതേതര രാഷ്ട്രമായിട്ടാണ് നൈജീരിയ നിലകൊള്ളുന്നത്. നൈജീരിയയിലെ മുസ്ലിങ്ങൾ ഭൂരിഭാഗവും മാലിക്കി വിഭാഗത്തിൽപ്പെട്ട സുന്നികളാണ്. 5%-ഓളം ഷിയാക്കളും ഇവിടെയുണ്ട്. നൈജീരിയയുടെ വടക്ക് ഭാഗത്തുള്ള 12 സംസ്ഥാനങ്ങളിൽ ശരിയത്ത് നിയമം നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും ക്രമസമാധാനം വളരെ മോശമാണ്. ബോക്കോ ഹറാം എന്ന തീവ്രവാദി സംഘടന രാജ്യത്തിൻ്റെ വടക്ക് ഭാഗം കലാപഭൂമിയാക്കി മാറ്റിയിരുന്നു. 9 വർഷം മുമ്പ് 300ഓളം സ്കൂൾ വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ടുപോയി അടിമച്ചന്തയിൽ വിറ്റത് വമ്പിച്ച മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഈ കൂട്ടത്തിൽപ്പെട്ട 57 കുട്ടികൾ രക്ഷപ്പെട്ട് വീടുകളിൽ തിരിച്ചെത്തി. ഗ്രാമങ്ങൾ അപ്രതീക്ഷിതമായി ആക്രമിക്കുകയും ആളുകളെ കൂട്ടത്തോടെ കൊല ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവവും ബോക്കോ ഹറാം എന്ന തീവ്രവാദി സംഘടനയ്ക്കുണ്ട്. നൈജീരിയയിൽ പണ്ട് ആദിവാസികളുടെ മതവിശ്വാസങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും വ്യാപകമായി മിഷണറി പ്രവർത്തനം നടത്തുകയും ആദിവാസികളെ ക്രിസ്തുമതത്തിലേക്കും ഇസ്ലാം മതത്തിലേക്കും കൺവേർട്ട് ചെയ്യുകയുമാണ് ചെയ്തത്. നൈജീരിയയിലെ ക്രിസ്ത്യാനികളുടെ ജനസംഖ്യ കുറഞ്ഞു വരികയാണ്. മുസ്ലിങ്ങളുടെ ജനസംഖ്യ അനുദിനം വർദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിന് കാരണം മുസ്ലിങ്ങൾക്കിടയിൽ പ്രസവ നിരക്ക് കൂടിയതുകൊണ്ടാണ്. കേരളത്തിൻ്റെ 24 ഇരട്ടി വലുപ്പമുള്ള ഒരു വലിയ രാജ്യമാണ് നൈജീരിയ. ഏകദേശം 23 കോടി ആളുകൾ ഇവിടെ താമസിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ 6ാമത്തെ ജനസംഖ്യയുള്ള രാജ്യമാണ് നൈജീരിയ. 250 ഗോത്രവർഗ്ഗങ്ങൾ ഈ രാജ്യത്ത് താമസിക്കുന്നുണ്ട്. 500ഓളം ചെറുഭാഷകളും ഇവിടെയുണ്ട്. നൈജീരിയയുടെ തലസ്ഥാനമായ ആബുജ 35 ലക്ഷം ജനങ്ങൾ താമസിക്കുന്ന ഒരു മഹാനഗരമാണ്. ആധുനികമായ കെട്ടിടങ്ങളും യാത്രാ സൗകര്യങ്ങളുമുള്ള ഒരു നഗരമാണ് ആബുജ നഗരം. നൈജീരിയയിലെ ഏറ്റവും വലിയ നഗരമായ ലാഗോസ് വൈബ്രൻ്റായ നൈറ്റ് ലൈഫിന് അറിയപ്പെടുന്നു. വളരെ വിജയപ്രദമായ ഒരു സിനിമാ വ്യവസായം ഇവിടെയുണ്ട്. നോളിവുഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ലൈംഗിക അതിപ്രസരമുള്ള സിനിമകൾ ഉണ്ടാക്കുന്നതിൽ നൈജീരിയക്കാർക്ക് പ്രത്യേകമായ ഒരു സാമർഥ്യമാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ഉണ്ടാക്കുന്ന 3ാമത്തെ രാജ്യമായി നൈജീരിയ അറിയപ്പെടുന്നു. 1ാം സ്ഥാനത്ത് ഇന്ത്യയും 2ാം സ്ഥാനത്ത് അമേരിക്കയുമാണ്. ഇന്റർനെറ്റ് വഴി വിദേശികളെ പറ്റിക്കുന്ന അനേകം തട്ടിപ്പുകാർ നൈജീരിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നു. കൈക്കൂലി കൊടുത്ത് ഗവൺമെൻറ് ഓഫീസുകളെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും സ്വാധീനിച്ച് പരസ്യമായിട്ടാണ് നൈജീരിയയിലെ ഇന്റർനെറ്റ് തട്ടിപ്പുകാർ പ്രവർത്തിക്കുന്നത്. പലതരത്തിലുള്ള ഓഫറുകൾ ഇന്റർനെറ്റ് വഴി അവതരിപ്പിക്കുകയും അവയിൽ കുടുങ്ങി നൈജീരിയയിലെത്തുന്ന ഇരകളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ഒരു രീതി. വലിയ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടുതരാമെന്ന് പറഞ്ഞ് ചെറിയ തുകകൾ സർവീസ് ചാർജായി ഈടാക്കി പിന്നീട് അപ്രത്യക്ഷമാകുന്ന തട്ടിപ്പുകളും ഇവിടെയുണ്ട്. നൈജീരിയക്ക് പുറമെ ഇത്തരം തട്ടിപ്പുകൾ നടത്തുന്ന മറ്റു രാജ്യങ്ങളാണ് ഐവറി കോസ്റ്റ്, ടോഗോ, സൗത്ത് ആഫ്രിക്ക, ജമൈക്ക എന്നീ രാജ്യങ്ങൾ. യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും ഇത്തരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. നെതർലാൻഡ്സ്, സ്പെയിൻ, പോളണ്ട് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇന്റർനെറ്റ് തട്ടിപ്പുകൾ സാധാരണമാണ്. ഇംഗ്ലീഷ് അധ്യാപകർക്ക് വലിയ ക്ഷാമമുള്ള നൈജീരിയ അധ്യാപകരെ അന്വേഷിച്ച് 45 വർഷം മുമ്പ് കേരളത്തിൽ വരികയും തൃശ്ശൂരിൽ ഒരു ലോഡ്ജിൽ താമസിച്ച് ധാരാളം അധ്യാപകരെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്തു. വളരെ എളുപ്പത്തിൽ അവർക്ക് നൈജീരിയയിൽ ജോലി കിട്ടുകയും പ്രത്യേകിച്ച് യാതൊരു ചെലവുമില്ലാതെ ഉയർന്ന ശമ്പളത്തിൽ അനേക വർഷം നൈജീരിയയിൽ ജോലി ചെയ്യുവാനും പറ്റി. അതുകൊണ്ട് കേരള സമൂഹത്തിൽ ഇപ്പോൾ നൈജീരിയയെക്കുറിച്ച് എല്ലാവർക്കും നല്ല പരിചയം ആയി കഴിഞ്ഞു.